ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാളെ പാപമോചനി ഏകാദശി ആയതിനാൽ പാപമോചനി ഏകാദശിയുടെ കഥ കേൾക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സ്വർഗത്തിലെ ഗന്ധർവന്മാരുടെയും സംഗീതജ്ഞന്മാരുടെയും തലവനായ ചിത്രരഥൻ ഒരിക്കൽ നിരവധി അപ്സരസുകളുള്ള ഒരു വനത്തിൽ പ്രവേശിച്ചു. ആ വനം വളരെ മനോഹരവും നിരവധി മനോഹരമായ പുഷ്പങ്ങളാൽ നിറഞ്ഞതുമായിരുന്നു. ഈ വനം പോലെ ആകർഷകമായ ഒരു സ്ഥലം താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ചിത്രരഥൻ രാജാവ് വിശ്വസിച്ചു. എന്നിട്ടും ആ വനത്തിലെ നിരവധി മുനിമാരും സന്യാസിമാരും ഭഗവാൻ കൃഷ്ണനെ ധ്യാനിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അപ്സരസ് ഒരു സന്യാസിയിലേക്ക് ആകൃഷ്ടയായി. തൻ്റെ സൗന്ദര്യത്താൽ ആ സന്യാസിയെ ആകർഷിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അപ്സരസിന് ആ സന്യാസിയോട് ആഴമായ ബഹുമാനമുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ശപിച്ചേക്കുമെന്ന് ഭയപ്പെട്ടു. ആ ഭയം കാരണം അപ്സരസ് ആ സന്യാസിയിൽ നിന്ന് 2 മൈൽ അകലെ ഒരു കൂടാരം കെട്ടി. ആ സന്യാസിയെ തൻ്റെ ശബ്ദത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പാട്ടുപാടാനും ഉപകരണങ്ങൾ വായിക്കാനും തുടങ്ങി. ഇത് കണ്ട കാമദേവൻ അപ്സരസിനെ ആ സന്യാസിയെ ആകർഷിക്കാൻ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാമദേവൻ അപ്സരസിൻ്റെ കൈകളും കണ്ണുകളും വില്ലും അമ്പുമായി ഉപയോഗിച്ച് ആ സന്യാസിയെ ആകർഷിക്കാൻ ശ്രമിച്ചു. ഒരു നല്ല ദിവസം അപ്സരസ് ആ സന്യാസിയുടെ ഗുഹയിൽ പോയി പാടാൻ തുടങ്ങി. അവളുടെ വളകളുടെയും കണങ്കാലുകളുടെയും ശബ്ദത്തോടെ ആ സന്യാസി കണ്ണുകൾ തുറന്നപ്പോൾ അപ്സരസ് തന്നോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലായി. അപ്പോൾ അപ്സരസ് അവൻ്റെ അടുത്തേക്ക് വന്നു. അവനെ വളരെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ തൻ്റെ തപസ് മറന്ന് അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. സന്യാസി തന്നോട് വളരെ അടുപ്പം പുലർത്തുന്നത് അപ്സരസ് ശ്രദ്ധിച്ചു. അതിനാൽ അവൾ അദ്ദേഹത്തോട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിനാൽ ദയവായി എന്നെ അനുവദിക്കൂ. ഇത് കേട്ടപ്പോൾ സന്യാസി മേധാവി പറഞ്ഞു, നീ ഇപ്പോൾ വന്നതേയുള്ളൂ. എത്ര പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നതിൽ നിനക്ക് തിരികെ പോകാൻ ഞാൻ അനുവാദം നൽകില്ല. തുടർന്ന് അവൻ അവളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. ഈ ഏകാദശിയുടെ കഥ കേട്ടാൽ ബ്രാഹ്മണർക്ക് 1000 പശുക്കളെ ദാനം ചെയ്തതിൻ്റെ ഗുണം ലഭിക്കുമെന്നും അവൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുമെന്നും കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ഏകാദശി ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടതും അത് ഉപരിപ്ലവമായ ഗുണങ്ങൾ നൽകുന്നതുമായതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഏകാദശി പാപമോചനി ഏകാദശി എന്നറിയപ്പെടുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്നവരെ ഒരു പ്രേതങ്ങളോ ആത്മാക്കളോ ഒരിക്കലും ബാധിക്കില്ല. അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. നിരീക്ഷകൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ആ വ്യക്തി അത്യന്തം മതഭക്തനും ഭക്തനുമായി തീരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.